ഇന്ന് എടാ വിൽമൻ ഇവിടെ ഒരു ഓക്സിജൻ നടപ്പുണ്ടായിരുന്നു. ഞാൻ മുതുക്കിൽ പോയ കപ്പൽ കച്ചവടക്കാരന്റെ ഇന്ന് വരെ കടം മേടിച്ചിട്ടാണ് ഞാനിപ്പോ അവിടെ പോയത്. സുഖല്ലേ? ഇവിടെ പറഞ്ഞ ഇപ്പൊ ഉറക്കത്തിൽ നിന്നിട്ട് വരും. ഇവന്മാര് പീടിയിലോട്ടായിരിക്കില്ലേ ഇവരുടെ പുറകെ പോവാ. അയ്യോ പക്ഷെ അതിനൊക്കെയാണോ കോച്ച് ഇവിടെ പാടാകട്ടെ ഇവിടെ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് പരന്തു വാസു സാറേ. സാറേ പുതിയ സാറാണോ സാറേ ഇത്? ഏതാണ് സാറേ? അല്ലെ ഇപ്പൊ നമ്മുടെ സംസാരിച്ച സാർ? എന്താണ് കോച്ച്? ഹലോ വാസു വന്നല്ലോ. വാസു വന്നു അകത്ത് കയറി എല്ലാവരും ചീത്ത വിളി അതും ഇതും എല്ലാം കേട്ടിട്ട് വാസു വന്നു. എന്താണ് എന്താ പറ്റി? അണ്ണനൊന്ന് കാണണം പറഞ്ഞു. കുട്ടിയുടെ പേരെന്താ? ഓ ഓക്കെ 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 ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടി. സിറ്റിയിൽ എന്ന് വന്നു? 2 ദിവസമായിട്ടേ ഉള്ളല്ലേ. ഇന്ന് എടാ വിൽമൻ ഇവിടെ ഒരു ഓക്സിജൻ നടപ്പുണ്ടായിരുന്നു. ഞാൻ മുതുക്കിൽ പോയ കപ്പൽ കച്ചവടക്കാരന്റെ ഇന്ന് വരെ കടം മേടിച്ചിട്ടാണ് ഞാനിപ്പോ അവിടെ പോയത്. ഞാൻ പറഞ്ഞ അണ്ണ പോവാൻ സിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഗ്യാമോസിലൊക്കെ ഞാൻ ഇവിടെ വന്നല്ലേ. എന്നിട്ട് അണ്ണന്റെ അടുത്ത് മീറ്റ് പണിട്ട് തന്നെ പോണേ. അതൊക്കെ എപ്പൊ മുതുക്കില് സുഖല്ലേ? ഞാൻ ഗ്യാമോസ് വന്നല്ലേ. എപ്പൊ ഇവിടെ പറഞ്ഞ ഇപ്പൊ ഉറക്കത്തിൽ നിന്നിട്ട് വരും. ഒരു മിനിറ്റ് ഹലോ ചന്ദ്രു പോയാ? ഇല്ല ചന്ദ്രു ഇവിടെ പമ്പിലുണ്ട്, TV പമ്പിലുണ്ട്. രംഗേശം പറഞ്ഞേക്ക് പറയാൻ പറ്റില്ല. പൈസക്കാരനായല്ലേ പിന്നെ അല്ലാതെ ചെറിയ വാസണ്ണ എത്ര രൂപ എടുത്ത്? വാസണ്ണ എത്ര രൂപ എടുത്ത് സത്യം പറ. നമ്മള് കൊറേ പൈസ അവൾക്ക് അതും അറിയത്തില്ല. അത് അവന്റെ ഒറിജിനൽ ഗേൾഫ്രണ്ട്. അപ്പൊ പാച്ചു കണ്ടതിൽ സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. കാണാം. ഓ സിറ്റിയിലൊക്കെ കാണാൻ. ഓ ഓക്കെ 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 ഓക്കെ. അവിടെ വേറെ സീനൊന്നും ഇല്ലല്ലോ. ഹലോ അടിക്കുന്ന കാര്യൊക്കെ പറയുന്ന കേട്ടായിരുന്നേ. പള്ളി പിടിക്കില്ലേ സമാധാനം. കോച്ചൊന്ന് കേറിയേ, മുതുക്കുവരെ നോക്കിട്ട് വരാം. ചുമ്മാ ഞാൻ വെടിവെച്ചിട്ട് ചുമ്മാ ആശുപത്രി കൊണ്ടുപോകാ. വലിയവനെ വണ്ടി എടുത്ത് വണ്ടി കയറിയ വാ. ഞാനാ വെടിവെച്ചത്. ആരെ എവിടെ എവിടെ എവിടെയാ എവിടെയാ? ആ സിറ്റുവേഷനിൽ അവന്റെ കണ്ടിരുന്നത് കൊണ്ടാണ് ക്രോസർ പോലും ഇല്ല. ഇതിപ്പോ എവിടെ നിക്കുന്നേ? നിങ്ങൾ എവിടെ നിക്കുന്നേന്ന് പറ. അവര് മുതുക്കിലുണ്ടോ? വീടിലോട്ടോ? വാ 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 സംസാരിക്കാം. വാ വാ വാ. ബ്ലാക്ക്മാൻ ഇല്ല സീനൊന്നും ഉണ്ടാക്കത്തില്ല. രക്ഷയില്ല. ഇവന്മാര് പീടിയിലോട്ടായിരിക്കില്ലേ ഇവരുടെ പുറകെ പോവാ. അയ്യോ പക്ഷെ അതിനൊക്കെയാണോ കോച്ച് ഇവിടെ പാടാകട്ടെ ഇവിടെ. ഇവിടുത്തെ പീടി എവിടെന്ന് അറിയാമോ കോച്ച്?
പഴയ സ്ഥലത്ത് തന്നെയല്ലേ? അതെ അതെ. അല്ല പഴയ സ്ഥലത്താണോന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് പലസ് പുതുസ് എല്ലാം ഉണ്ടല്ല. ലോക്ക് ചെയ്ത് ഇതിന്റെ അലോയ്സ് എന്ത് രസമല്ലേ കാണാൻ. ഇതിന്റെ അലോയ്സ് നല്ല രസമല്ലേ കാണാൻ. നോക്ക്, ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ വണ്ടി കാണാൻ. എന്റെ ഗ്രാഫിക്സിന്റെ ആണോ ഈ വണ്ടിക്ക് ഇത്രയും തിളക്കം? എന്താ കോച്ച്? பிடி பிடி இப்பதான் உள்ள வந்து நினைக்கிறேன். நமக்கு എടാ പീടിയിൽ ആരും ഇല്ലല്ലോടാ. ഞാൻ പീടിയിലോട്ട് വരാം, പീടിയിലോട്ട് വരാം. ഗ്രേ വാ സൂപ്പർ ദാൻ ബ്ലാക്ക്. അല്ലല്ല, എനിക്ക് ഇതിന്റെ ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത് ബ്രോ. ബ്ലാക്ക് ഒരു ഭയങ്കര ഉണ്ടാവും, റിച്ച് ആൻഡ് എന്താ പറയാ എലഗന്റ് ലുക്കാണ്. വണ്ടിക്ക് ഒരു പ്രത്യേക തിളക്കമൊക്കെ ഉണ്ട് കണ്ടോ. നേരത്തെ പ്രശ്നമാണ് അകത്തോട്ട് അല്ലല്ല ഇപ്പൊ കുറച്ചു മുമ്പ് കാര്യം എന്താ അവിടെ എന്നാ അവിടെ വെച്ച് അവന്മാര് കോംപ്രമൈസിന് സോപ്പ് സോറി അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിനിടയില് കുട്ടി നമുക്ക് നടന്ന് സംസാരിക്കാന്ന് പറഞ്ഞ ഒരുമാതിരത്തെ സംസാരം, മനസ്സിലായി? ഒരുമാതിരി ഒരു കെട്ടിട്ട് സംസാരം. ഞാൻ പറഞ്ഞു ബ്രോ ഇവിടെ വെച്ച് സംസാരിച്ച പോരെ, മാനിയായിട്ട് സംസാരിക്കുമല്ലെന്ന് പറഞ്ഞു. നീ ആരുടെ സംസാരം? ഞാൻ അപ്പോഴേ ഹലോ സാറേ അമ്പത്തൂർ സാറിന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ വെടിവെച്ച ആൾ ഇതാണെന്ന് പറഞ്ഞല്ലോ സാർ. അല്ല ഞാൻ ക്ലിയർ ഓഫ് ചെയ്ത് തരാം. വേറെ ഒന്നുമില്ല സാറേ. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫയറിംഗ് സൗണ്ട് കേട്ടു. കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരന്റെ കയ്യിലാണ് ഗണ്ണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് റേജ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് പരമാവധി ആ പുള്ളിക്കാരന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ബട്ട് പുള്ളിക്കാരൻ അത്രയ്ക്ക് റേജ് ആയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങളെ കഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തത്. അവനല്ല വെടിവെച്ചത്, ഞാൻ വെടിവെച്ച് ഞാൻ വണ്ടി എടുത്ത് അതെ അതെ ഞങ്ങള് എന്നും പറഞ്ഞ് സാറേ ബാധിനെ പ്രതിയാക്കണോ സാറേ? നിങ്ങളുടെ ഞങ്ങള് പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വരാം, അവനെ വിട്, അവനെ അവന്റെ സാധനം ഞാൻ വരാം. സറണ്ടർ ആയ നിങ്ങൾ ഇങ്ങനെ റേജ് ആയി സംസാരിച്ചു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സൗണ്ട് ഭയങ്കരമായിട്ട് ഇതാവുന്നു. സംസാര ശൈലികളില്ലേ സാർ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യം പറഞ്ഞതാണ്. ഞങ്ങള് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ അടുത്ത് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറയുന്നില്ല ആരാണ് വെടിവെച്ചെന്ന് പറയുന്നില്ല. രണ്ടാമത്തെ കേസ് പുള്ളിക്കാരന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു, ഇല്ലീഗൽ വെപ്പണാണ്. ഞങ്ങൾ അത് ഓൾറെഡി എടുത്ത് വെക്കാൻ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓവറായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവരെ വിളിച്ചത്. പുള്ളിക്കാരന്റെ അടുത്ത് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഓവറായി സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ആളെ ക്ലിയർ ഓഫ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങള് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനൊന്നും അല്ല കൊണ്ടുപോയത്. സോ നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് പരന്തുവാസു സാറേ. ഓക്കെ ഓക്കെ. ഹലോ സാറേ എന്റെ പേര് ദാവീദ് സത്ത. ദാവീദ്. ഓക്കെ. ഹലോ ഭരത് സാർ റിപ്പോർട്ട്. ഭരത് സാറേ ഹലോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പറഞ്ഞേ. നിങ്ങളുടെ പേരെന്തായിരുന്നു? പരന്തുവാസു. ഓക്കെ ഓക്കെ. പരന്തുവാസും അതേപോലെ തന്നെ അമ്പത്തൂർ സാറും രണ്ടുപേരും. ഭരത് സാർ വൺ മിസ്റ്റർ പരന്തുവാസു അമ്പത്തൂർ അതല്ലേ വള്ളിക്ക് പിടിച്ചോളൂ. ആരായി പറയണേ? ഇത്രയും ദിവസം അവൾ ഇല്ലാത്ത സമയത്ത് രണ്ടുപേര് മാത്രം. ബാക്കിയുള്ളവർ നമ്മളങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇരുന്നു. FPS ഡ്രോപ്പ് ആവുന്നു. FPS ഡ്രോപ്പ് ഒന്നുമില്ലല്ലോ. കേറാൻ പറ്റുന്നില്ല. ലോക്ക് ചെയ്തേക്കണേ. സാറൊന്ന് വെയിറ്റ് ചെയ്യണേ. ഭരത് സാർ പുള്ളിക്കാരൻ
നിങ്ങളുടെ ഇതുമായിട്ട് കാണും. സാർ ജസ്റ്റ് ഹോൾഡ് ചെയ്യണേ. ഇവരുടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് പരന്തുവാസും അതേപോലെ തന്നെ അമ്പത്തൂർ സിംഗവും വന്നിട്ട് ഓക്കെ, രണ്ടുപേരും ഇങ്ങ് പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇവിടെ മാറി, ഉണ്ട്. ഞാൻ അവിടെ സംസാരിക്കാം. സാറേ നിങ്ങൾക്ക് അകത്തോട്ട് രണ്ടുപേരും പോകാം. അങ്ങോട്ട്. ബാസു അങ്ങോട്ട് വിട്ടു. ഓക്കെ വേണ്ട ഞാൻ എൻ്റെ അണ്ണ സാറേ പുതിയ സാറാണോ സാറേ ഇത്? ഏതാണ് സാറേ? അല്ല ഇപ്പൊ നമ്മളടുത്ത് സംസാരിച്ച സാറ്. ആ ദാവീദ് പുതിയതാ. വാസു, ഇവര് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെലന്റെ കേസ് എന്തോ ആയിരുന്നു അല്ലേ? അതെ അതല്ലായിരുന്നു അമ്പത്തൂരെ? അതെ ഹെലന്റെ കേസ് എന്തോ ആയിരുന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഹെലനെ മാറ്റി നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ബാക്ക് ചെയ്ത് ഫയറിംഗ് കണ്ടതും. ആഷിന്റെ കയ്യിൽ ഗണ്ണും ഇരിക്കുന്നു, പിന്നെ വേറൊരു പേഴ്സന്റെ കയ്യിലും ഗണ്ണിരിക്കും. ഓക്കെ, ഇപ്പൊ ടോട്ടലി ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ബൈ ഡിഫോൾട്ട് അറിയാതെ എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വാൺ ചെയ്യും സാധാരണഗതിയിൽ. ഓക്കെ, പക്ഷെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫയറിംഗ് ഇനിഷ്യേറ്റ് ആയി. ഓക്കെ, സോ അടുത്ത ഒരു മീൻസ് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കാൻ പീഡിക്ക് എന്ത് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ ഞാൻ ഇവനോട് ഗണ്ണകത്ത് വെക്കാൻ പറഞ്ഞാലും അടുത്ത എന്ത് ചെയ്യും, അവിടെ ഫയറിംഗ് ഇനിഷ്യേറ്റ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അമ്പത്തൂര് ഫോൺ സൈലന്റ് ഇടാവും. കാരണം 2 days ബിഫോർ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. അമ്പത്തൂരിന് അറിയാൻ തോന്നുന്നു. അമ്പത്തൂരും കണ്ണാപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഞാനന്ന് യൂണിഫത്തിലല്ലായിരുന്നു. അത് വലിയ വൾഗറായി ആ സിറ്റുവേഷൻ ആ ഏരിയയിൽ. സോ മുതുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വന്ന് നിന്ന് ചില്ല് ചെയ്യാനും നോർമൽ കമ്മ്യൂണിക്കേഷനും ബാക്കിയുള്ള കാര്യത്തിനും വരുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഒരിക്കലും ഇതുപോലത്തെ വെപ്പൺസ് എടുത്ത് ഫയർ ചെയ്യുക അതൊന്നും അലൗഡ് അല്ല. അസു മനസ്സിലായി. ഓക്കെ, എന്തിനാ വെടി വെച്ച്? എന്തിനായിരുന്നു? എന്നാ ഞങ്ങളവിടെ സംസാരിക്കാനാണ് സാറേ വന്നത്. ഇപ്പൊ പുള്ളിക്കാരാ പെണ്ണിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ എന്റെ അടുത്തും ഭയങ്കര അല്ലല്ല റോങ് ആയിട്ട് സംസാരിച്ച് അല്ലല്ല പബ്ലിക്കായിട്ട് കൊന്നല്ല. അവ എന്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊന്നു. ഞാൻ അവിടെ നേരി ക്ലിയർ ചെയ്ത്. പിന്നെ വെടിവെച്ച ആള് പോയിട്ട് ഞാൻ പിന്നെ ഇവന്മാരെ പിടിച്ചോണ്ട് ഞാൻ ഒന്ന് സറണ്ടർ ആയില്ലേ. തെറ്റ് ചെയ്ത് ഞാനാണ് പിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പല്ല സാർ എടുത്തോ. എനിക്ക് അമ്പത്തൂരെ അതല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക. നീ വെടിവെച്ച ആ ഇൻസിഡന്റില് ഇവന്റെ കയ്യിലും ഗണ്ണുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അത്രയും മുതുക്കിലോട്ട് പോവാണ്. അപ്പൊ ഓഫീസേഴ്സ് അവിടെ അവർ ചോദിക്കത്തുള്ളൂ. സാർ ആദ്യം മുതുക്കി പോ, അവിടെ പ്രശ്നം അതിനെക്കാട്ടി സീനായി. സാറേ മുതുക്ക് ഏരിയ ഒന്ന് കവർ ചെയ്തേ പെട്ടെന്ന്. സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ. ഒരു അന്നേരത്തെ ഒരു റേജിൽ പറ്റിപ്പോയതാണ്. ആഷിനെ ഞാൻ വിടുകയാണ്. ഓക്കെ, അല്ല അമ്പത്തൂരിന് അന്നേരത്തെ ഒരു റേജിൽ പറ്റിപ്പോയതാണ്. ഇല്ല അണ്ണ പോയി അത് ഡീൽ ചെയ്യാം. അണ്ണൻ പോയിട്ടാ, ഞാൻ വരാം അണ്ണൻ പോയിട്ടാ ചെല്ല് അവരെടുക്കട്ടെ. ഇപ്പൊ പുള്ളി ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, ഒരു മർഡർ ആണ് വാസു. അപ്പൊ അത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ അണ്ണ അവിടെ ചെല്ല്. അണ്ണൻ ആവശ്യമുണ്ടോ അവിടെ ചെല്ല്. എന്തായാലും പോയിട്ടാ ഓഫീസേഴ്സ് അവിടെ കൺട്രോൾ ചെയ്തേ മുതുക്ക് ഏരിയ. ആശേ ചെല്ല്. വേറെ ഇഷ്യൂസ് ഉണ്ടാവരുത്. ഓക്കെ ഓക്കെ അമ്പത്തൂര് നീ വിളിക്കേ. പോയിട്ടാ അണ്ണ പോയിട്ടാ, ഞാൻ വിളിക്കാം. എന്റെ കണ്ണ് അണ്ണ അല്ലല്ലേടാ അത് ഞാൻ നീ ചെല്ല്, ഞാൻ തരാം. കണ്ണ് സറണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്റെ കണ്ണായിട്ട് ആഷിന് പോവാം. ആഷിന്റെ തോക്കൊന്ന് തിരിച്ചു കൊടുക്കാവോ? എന്റെ കണ്ണേ കൊടുത്തേ. എനിക്ക് ഒരു ആശിന് തോക്കെടുത്തു സാറേ. അത് മതി. അതല്ല, ആഷിന്റെ കണ്ണ് ഞങ്ങൾ എടുത്തിട്ടില്ല. അവിടെ ഇവിടെ എടുത്തിട്ടില്ലടാ നിങ്ങള്. ഇട്ടായിരുന്നു പറഞ്ഞായിരുന്നു. അല്ല അമ്പത്തൂരിനെ വിടാൻ പറ്റില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. ആർക്കറിയാം. വാ, ഇത് എങ്ങോട്ടായിരുന്നു വഴി? ഓക്കെ, എടാ എന്താ അവിടെ പ്രശ്നം? ഹലോ, അതല്ല മുതുക്കിലെന്താ സീൻ? ഓക്കെ ആണോ? ഓക്കെ അമ്പത്തൂരിന് ഒരു ആക്ഷൻ എടുക്കുകയാണെന്നാ പറയണ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് മിക്കവാറും അതിന്റെ കണ്ണും കാര്യങ്ങളൊക്കെ എടുക്കും. വേറെ ഒന്നുമില്ല. എന്താണ് കോച്ച്? മിയാക്ക് ഹലോ വാസു വന്നല്ലോ. വാസു വന്നു അകത്ത് കയറി എല്ലാവരും ചീത്ത വിളി അതും ഇതും എല്ലാം കേട്ടിട്ട് വാസു വന്നു. അയ്യോ എന്നെ ഉള്ള വിടല. ഞാൻ എന്നെ പண்றது ഇവിടെ ഒലിപ്പിക്കണം എല്ലാം അമ്പത്തൂരണ്ണ. പുറത്തിറങ്ങി അമ്പത്തൂര് ഡീൽ ചെയ്തിട്ട് ഗ്യാങ്സ് കൂടുന്നുണ്ടേ നിങ്ങൾക്ക് കുറച്ച്. എടാ ഒന്ന് മാറടാ. പാവം കൊണ്ട് ഇരിക്കുക. ലേറ്റ് നൈറ്റ് ഉറക്കമൊന്നും ഇല്ലാതെ ഇനി ഇവിടെ തന്നെ കാണുമല്ലേ വെളുപ്പിന് വരെ.
ചുമ്മാ അല്ല പീടി ഉണ്ട് 3 സെക്കൻഡ് പ്രണയം പോയവനാണ്. ആഷി ഹലോ നീയൊക്കെ രാത്രി ഇപ്പൊ ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയാവേ. അല്ല അന്നാ ആശി വിളിക്കുന്ന ആശി 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 പാട്ട് പാടിക്കൊടുക്ക ആശി. പാട്ട് ഉണ്ണികളെ പാട്ട് പാടിക്കൊടുക്ക ആശി. എനിക്കിതൊന്നും കാണാൻ വയ്യ. എനിക്കിത് நானும் செக்கனும் நேத்து நைட்டு காஸ்மிக் விளையாடியடா. ഇവന്മാരുള്ളതുകൊണ്ടേ ലോയലിറ്റി പോയിന്റ്സ് കുറയൂല, മനസ്സിലായ? ഓ ഞാൻ ആരോടാ പറയുന്നേ? ഒരു പെണ്ണും പിള്ളയും കൊച്ചുകൊണ്ട് നിങ്ങക്ക് ഓർത്താണേ. அதெல்லாம் இல்ல. பட் ஆனா காஸ்மிக் நல்லா இருந்து. കോസ്മിക് പ്രാക്ടീസ് ചെയ്യണം, നല്ലതാണ് കോച്ച്. സത്യം അതിൽ இருக்க മൂവ്മെന്റ് സൂപ്പർടാ. ആ സെർവർ കിടിലാണ് കോച്ച്. അത് കുറച്ച് കിടിലായിട്ട് ബിൽഡ് ചെയ്ത സെർവറാണ്. അത് PvPക്ക് മാത്രമേ ഉള്ളതാ, വേറെ ഒന്നുമില്ല. என்ன நடக்குது சிட்டியில நடுரோட்ல நிற்கிற ആളുണ്ടോ? കോച്ച് ഇപ്പൊ സത്യം പറഞ്ഞുണ്ടല്ലോ കോച്ച്, ആഫ്റ്റർ ഒരു രാത്രിയിൽ ഒരു 1:30-2 മണിക്ക് ശേഷം പുതിയ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ മുതുക്കിൽ പോയി വെറുതെ നിന്നാൽ മതി. ഞാനൊരു സ്ട്രീമർ എന്നുള്ള പെർസ്പെക്റ്റീവ് പറയല്ല. കറണ്ട്ലി ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സെർവറാണിത് എക്സ്ലാൻഡിസ്. ലൈക്ക് ഇവിടെ ഈ സ്ട്രീമേഴ്സിന്റെ ഒന്നും കൂടെ RP ഒന്നും ചെയ്യാതെ എല്ലാം ഒന്നും അങ്ങനെ ചെയ്യാനും താല്പര്യമില്ലാതെ വെറുതെ സംസാരിക്കാനും ഇതും വരുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. എക്സ്ലാൻഡിസ് ലൈക്ക് ലിവിംഗ്ക്കാக ബെസ്റ്റ് ആണ്. യെസ് കോച്ച്. അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. അപ്പൊ അങ്ങോട്ടോ ബീച്ചിലോട്ടോ. ഓക്കെ ഓക്കെ. So guys, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ RP. Hope you guys enjoyed the RP and thank you so much for the 100K. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. Thank you so much. Means a lot.